ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആദില തൗഫീഖ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് സി സെക്ഷൻ സിസേറിയന് ശേഷം നോർമൽ ഡെലിവറി പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നവരോട്. പോസിബിൾ ആണ്. അത് എങ്ങനെയുള്ള ആളുകൾക്കാണ് അത് പോസിബിലിറ്റി, അതിന്റെ ക്രൈറ്റീരിയാസ് എങ്ങനെയാണ് അവർ നമ്മൾ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന് അത്രയും ഇന്റൻസ് ആയിട്ടുള്ള ആഗ്രഹമുള്ള ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം. ഇനി എങ്ങനെയാണ് നമ്മൾ അവരെ ചൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് സിസേറിയൻ സെക്ഷൻ അടിവയറ്റിന്റെ താഴെ ട്രാൻസ്വേഴ്സ് ആയിട്ടാണ് നമ്മൾ ഇൻസിഷൻ ഇടുന്നവരെന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ചൂസ് ചെയ്യും. ചില ആളുകൾക്ക് എന്തെങ്കിലും പ്രത്യേക എമർജൻസി കാര്യങ്ങളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ പ്ലാസന്റൽ പൊസിഷൻ ഒക്കെ വേരിയേഷൻ വരുമ്പോൾ അവർക്ക് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ക്ലാസിക്കൽ ഇൻസിഷൻ എന്ന് പറയും, നമ്മൾ നേരെ ഇടുന്നത്. അങ്ങനെയുള്ളവർക്ക് നോർമൽ ഡെലിവറി പോസിബിൾ അല്ല. ഉള്ളി ട്രാൻസ്വേഴ്സ് ആയിട്ട് താഴെ അടിവയറ്റിലിടുന്ന സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇൻസിഷനിൽ മാത്രമേ നമുക്ക് ഈ ഒരു വി ബാക്ക് അല്ലെങ്കിൽ വജനൽ ഡെലിവറി ആഫ്റ്റർ ബർത്ത് എന്ന് പറയുന്ന പോലെ ഈ വി ബാക്ക് ട്രൈ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. നെക്സ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് 18 മന്ത്സ്, അതായത് ഒരു 1.5 വർഷത്തിന്റെ ഗ്യാപ്പ് വേണം നെക്സ്റ്റ് കൺസീവ് ആവാന്. അതുപോലെ തന്നെ ഏജ് ഒരു ലെസ് ദാൻ 40 ഇയേഴ്സ് ഉള്ളവർക്ക് മാത്രമേ ഫസ്റ്റ് സിസേറിയൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നോർമൽ ട്രൈ ചെയ്യാൻ പറ്റൂ. അതുപോലെ 2 തവണ പ്രീവിയസ്ലി സിസേറിയൻ സെക്ഷൻ കഴിഞ്ഞവർക്ക് യൂഷ്വലി നമ്മള് സിസേറിയൻ തന്നെയാണ് പറയുക, കാരണം അവർക്ക് നോർമൽ ഡെലിവറി പോസിബിൾ അല്ല. കാരണം നമ്മൾ 2 തവണ യൂട്രസ് നമ്മൾ കയറുന്നുണ്ടല്ലോ. പിന്നെ എങ്ങനത്തെ ആളുകൾക്കാണ് 2 തവണ സിസേറിയൻ കഴിഞ്ഞിട്ട് പോസിബിലിറ്റി ഇല്ലതെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് ഇതിനൊക്കെ മുമ്പ് അവർക്ക് ഒരു നോർമൽ ഡെലിവറി പോസിബിൾ ആയിട്ടുണ്ട്, അതിനുശേഷമാണ് 2 സിസേറിയൻ സെക്ഷൻ നടന്നിട്ടുള്ളതെങ്കിൽ നെക്സ്റ്റ് നോർമൽ സ്പോണ്ടേനിയസ്ലി ആവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് പോസിബിൾ ആണെന്ന് പറയാം. സിസേറിയൻ സെക്ഷന് ശേഷം ചില ലേഡീസിനൊക്കെ ഫൈബ്രോയിഡ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സർജറികളൊക്കെ വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും പിന്നെ നോർമൽ ഡെലിവറി സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഒബേസിറ്റി, ഒരുപാട് വണ്ണുള്ള ആളുകൾക്കും സിസേറിയൻ കഴിഞ്ഞിട്ട് ഒരു നോർമൽ ഡെലിവറി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഫസ്റ്റ് സിസേറിയൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തത് നമുക്ക് ഫസ്റ്റ് സിസേറിയൻ ഇപ്പം കുട്ടിയുടെ ഒക്കെ കാരണം കൊണ്ടാവാം, അതായത് ഫീറ്റൽ ബ്രാഡിക്കാർഡിയ, ഫീറ്റൽ ഡിസ്ട്രസ് ഒക്കെ കാരണം എമർജൻസി നമ്മൾ എന്ത് ചെയ്യും, സി സെക്ഷൻ എടുത്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് മെറ്റേണൽ കോസ് അല്ല, അവർക്ക് നമുക്ക് ലേബർ പെയിൻ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ആളുകളെ നമ്മൾ കൺസിഡർ ചെയ്യും. ഇനി അമ്മയുടെ കാരണം കൊണ്ടല്ലാതെ കുഞ്ഞിന്റെ കാരണങ്ങൾ കൊണ്ടുവരുന്ന സിസേറിയൻ ആണ് നടന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നമുക്ക് നോർമൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം വീണ്ടും ഇതുപോലത്തെ കുഞ്ഞിന്റെ അതായത് പൊസിഷൻ ട്രാൻസ്വേഴ്സോ ഒബ്ലീഗോ ഒക്കെ ആയിട്ട് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് കമ്പൽസറി സി സെക്ഷൻ തന്നെ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ബേബിയുടെ വെയിറ്റ് നല്ല കൂടുതലാണ്, ബിഗ് ബേബി, അതുപോലെ വെള്ളം കൂടുതൽ, വെള്ളം കുറവ്, മദറിന് നല്ല ഹൈ BP, അതുപോലെ സിവിയർ അനീമിക്ക, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും രണ്ടാമത്തെ കേസിൽ നോർമൽ ഡെലിവറി പ്രൊമോട്ട് ചെയ്യില്ല. പിന്നെ അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സ്കാർ തിക്നെസ് എന്ന് പറയും. മുമ്പ് സിസേറിയൻ ചെയ്ത ആളുകളുടെ തുന്നിന്റെ തിക്നെസ് എത്രയാണെന്ന് നോക്കും. അത് മോർ ദാൻ 3.5 മില്ലിമീറ്റർ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് വി ബാക്കിനുള്ള പോസിബിലിറ്റി ഉള്ളത്. അതുപോലെ തന്നെ ഇത് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ഒരു 36 വീക്സ് ഓഫ് ജസ്റ്റേഷൻ, 36 ആഴ്ച ആകുമ്പോൾ തന്നെ നമുക്ക് ഒരു നോർമൽ ഡെലിവറി ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ കൂടുതൽ ലാഗ് ആക്കും തോറും ഈ ഒരു തിക്നെസ്, സ്കാർ തിക്നെസ് കുറയാനും അത് മാത്രമല്ല അത് പൊട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സ്കാർ തിക്നെസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് സ്കാർ ടെൻഡർനെസ്സും. ആദ്യം സിസേറിയൻ കഴിഞ്ഞ ഒരാള് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും മുമ്പുള്ള സ്കാറിനെ തൊടുമ്പോൾ വേദന വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും നോർമൽ ഡെലിവറി പോസിബിൾ അല്ല. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യണം. കാരണം ഫസ്റ്റ് സിസേറിയൻ കഴിഞ്ഞ് നോർമൽ ട്രൈ ചെയ്യുന്ന ആൾക്ക് 24/7 ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അവൈലബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ 24/7 അനസ്തറ്റിസ്റ്റ്, OT ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം. കാരണം ഇൻ കേസ് ഇനി എമർജൻസി വരികയാണെങ്കിൽ അത് കോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹയർ സെന്ററിൽ മാത്രമേ നമുക്ക് ഈ വി ബാക്ക് ട്രൈ ചെയ്യാൻ പറ്റൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം.